തെന്നലിവാ ഒന്നാനകുന്നിലോടി കടകടക സാറേ അതന്നെ ആ പാട്ട് തന്നെ. അതേ പാട്ട് പാടാൻ 2 ലിറ്റിൽ ഏഞ്ചൽസിനെ നമ്മൾ വിളിക്കാൻ ഞാൻ വെറുതെ ഒന്ന് മൂളിയതാ. അതെ സർപ്രൈസ്. ഓ അത്ഭുതകരം. ഞാൻ അതിന്റെ ഇത് ആ കൂട്ടത്തിൽ എന്റെ ഇത് വന്നായിരുന്നു. അത് കേട്ടില്ല. പണ്ട് പോലെ എല്ലാ ഇൻസ്ട്രുമെന്റും റിമി തന്നെ വായിക്കാം. അല്ല ശരിക്കും ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കോ? ഒന്നും അറിയില്ലടാ, ഒന്നും അറിയില്ല. വെറുതെ കൈ കൊണ്ട് കാണിക്കും. വയലിൻ വായിക്കുമ്പോഴത്തേക്ക് വീണ വായിക്കുമ്പോ ഫ്ലൂട്ട് വായിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ധാരണ എന്തിനാ ഡെയിനെ നീ നശിപ്പിച്ചത്. അപ്പൊ വിളിക്കും. ശരി, അപ്പൊ ഈ ഒരു പാട്ട് പക്ഷെ എം ജി രാധാകൃഷ്ണ സാറ് എനിക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്തിനു ഇൻസ്ട്രുമെന്റ് അറിയണം, നീ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ആർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. പോരെ, അല്ല നിങ്ങളുടെ ഒന്നും വേണ്ട എനിക്ക്. ശരി, അപ്പൊ എന്തായാലും ലിറ്റിൽ ഏഞ്ചൽസ് ആണ് വരുന്നത്. നമുക്ക് എപ്പോഴും പൊതുവെ പേര് മാറിപ്പോകുന്ന 2 പേരാണ്. വേദികുട്ടിയും വൈദേഹിക്കുട്ടി. രണ്ടുപേരും ഒന്നിച്ച് വരാൻ പോകും. ഒന്നിച്ചു വരാണ്. 2 പേരുടെ പേര് നമുക്ക് ഇടക്കിടക്ക് മാറാറുണ്ട്. ഒന്ന് വേദിക, പിന്നെ വൈദേഹി. ഒന്നിനെ കൊണ്ടേ തോറ്റു. അപ്പൊ 2 പേര് രണ്ടും കൂടെ ആവുമ്പോ എന്തായിരിക്കും? അഖില് പുകില് കുഴല് തന്തനത്തനം പാടിവാ. നമ്മുടെ കണ്ണിന് തോന്നുവാണോ 2 പേരുണ്ടല്ലേ? ഒരാളാണ് 2 പേരാണ്. അപ്പൊ നിങ്ങൾ പറ, എനിക്ക് തെറ്റിപ്പോകുന്നത് വെറുതെ ആയിരുന്നോ? വൈദേഹിയും ദേവികയും തമ്മിൽ തെറ്റിപ്പോകുന്നത് ഇത് നോക്ക് നിങ്ങള്. നമുക്ക് കുമ്പിടി എന്ത് രസം നോക്കിയേ, തിളങ്ങ തലയിലും ഹെയർ സ്റ്റൈലും എല്ലാം ഒരേപോലെ. അതെ അതെ. ഏത് പാട്ട് പാടാനാ ഇങ്ങനെ വന്നിരിക്കണേ? അല്ല, ഒരു സംശയം. എന്താ 2 പേരും കൂടെ ഒരുമിച്ച് എന്താ? ഞാനിപ്പോ വെറുതെ ഇവിടെ നിന്ന് മൂളിക്കൊണ്ടിരുന്നത്. അപ്പൊ ഉണ്ടാ 2 പേരും കൂടെ വന്നു. ഈ 2 പേരായിട്ട് വന്നത് എന്തിനാ? അപ്പൊ ലിറ്റിൽ ഏഞ്ചലിലും ഡുവറ്റ്. മധു, കാര്യം എന്താണെന്നറിയോ? ഇവർക്ക് തന്നെത്താൻ ഈ പാട്ട് പാടാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാ 2 പേരും ഒരുമിച്ച് വന്നത്. അതാണ് കാര്യം. ഒറ്റയ്ക്ക് പാടാൻ പറ്റില്ലേ പാട്ട്? ഇല്ല, ഭയങ്കര ടഫാ. ഹരിമുരളീരവൊക്കെ ഈസി ആയിട്ട് പാടാം. ഒറ്റയ്ക്ക് പറ്റത്തില്ല. പിന്നെ ആ ഗംഗ അതുപോലത്തെ അതൊക്കെ ആ പിടുത്തമൊക്കെ ഉണ്ടല്ലോ. പുല്ലുവനെ പാടും. ഇല്ല മോളെ? അതെ, അതൊക്കെ പാടും. എന്നാടാ എനിക്ക് അന്ന് ഗിഫ്റ്റ് തന്നില്ലേ? ഇല്ലല്ലോ. ആ ഗിഫ്റ്റിലുണ്ടായ മാലയും കമ്മലും. വെറുതെ ഇന്നൊരു സ്പെഷ്യൽ ഭംഗി. മാത്രല്ല മാച്ചിങ്. ചിലര് തരുന്നതിന്റെയാണ്. ബാക്കി എല്ലാം കൊള്ളാം. അത് മാത്രം ഒരു കൊച്ചു ഓവറായി പോയെന്ന്. ഇല്ല, സൂപ്പർ ആയിട്ടുണ്ട്. 2 പേരും അടിപൊളി. എപ്പോഴും ഉണ്ടല്ലോ ഒരു നല്ല കാര്യം കണ്ടുകഴിഞ്ഞാൽ എല്ലാരും നല്ലത് പറയണമെന്നില്ല. അവിടെ ഇവിടെ ചില ചീത്ത കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിലേ നന്നാവും. അതെ, എല്ലാം നല്ലത് പറഞ്ഞു കഴിഞ്ഞാല് മോശമായി പോകും. അതെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.